ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമായി ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെകുത്താൻ കൊല്ലപ്പെട്ടു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രതികരിച്ചത്. രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇറാൻ ജനതയ്ക്ക് അവസരമുണ്ടായെന്നും ട്രംപ് പറയുന്നു. ഒരുപക്ഷേ പതിറ്റാണ്ടുകളായി ഇറാന്റെ നേതൃനിരയിലുള്ള ഈ അയത്തുള്ള അലി ഖമനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരുപക്ഷേ ഇറാന് കിട്ടുന്ന ഏറ്റവും വലിയ ഷോക്കായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പതിറ്റാണ്ടുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ഭരണം തച്ചുടയ്ക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയിട്ട് കാലമായി. ഇപ്പോൾ ഇതാ അമേരിക്കയുടെ നീക്കം ഖമനിയെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു എന്നാണ് നമുക്കറിയുന്നത്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഈ കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അയത്തുള്ള അലി ഖമനി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. ഇതുവരെ ഇറാൻ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഒരുപക്ഷെ യുദ്ധത്തെ ഇതെങ്ങനെ സ്വാധീനിക്കുമെന്ന് അറിയില്ല. കാരണം ഇറാൻ ജനതയുടെ പരമോന്നത ആത്മീയ നേതാവിന് മരണമുണ്ടായി എന്ന് കേട്ടാൽ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് കണക്ക് കൂട്ടുന്നതിനും അപ്പുറമായിരിക്കും അത്. റോയിട്ടേഴ്സും അതുപോലെ ഈ വാർത്ത സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ അവസരത്തിൽ ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് കുമാർ, ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇദ്ദേഹത്തിനെ തകർക്കുക എന്നത് തന്നെയായിരുന്നു. അതിലെ ആദ്യ ചുവടിൽ അമേരിക്ക വിജയിച്ചുവെങ്കിൽ പോലും അത് ഇറാനിൽ ഉണ്ടാക്കുന്ന മുറിവ് ചില്ലറയായിരിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഏറ്റവും ശക്തമായി തിരിച്ചടിക്കാനും ചിലപ്പോൾ അവരെ പ്രേരിപ്പിച്ചു എന്ന് വരും. SKN ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടു എന്നതാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടെ ആത്മീയ നേതാവ് മാത്രമല്ല, അവിടുത്തെ സൈന്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫ് കൂടിയായിരുന്നു. ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ പരമാധികാരി, പരമോന്നത നേതാവ് എന്ന് പറയാവുന്ന ആളാണ് അയത്തുള്ള ഖമൈനി ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്, ഖാംനെയി കൊല്ലപ്പെട്ടു എന്ന കാര്യം. അതും നൂതന സംവിധാനങ്ങളിലൂടെയാണ് ഈ ഖാംനെയി എവിടെയുണ്ട് എന്ന് കണ്ടെത്തുകയും അവിടെ ആക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് ഖാംനെയി കൊല്ലപ്പെട്ടിട്ടില്ല എന്ന കാര്യമായിരുന്നു. പക്ഷേ ആക്രമണത്തിൽ ഖാംനെയിയുടെ മകളും മരുമകനും ചെറുമകനും കൊല്ലപ്പെട്ടു എന്നായിരുന്നു നേരത്തെ ഇറാൻ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഔദ്യോഗികമായി തന്നെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ അറിയിച്ചിരിക്കുന്നു അയത്തുള്ള ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. ഇറാനെ സംബന്ധിച്ച് അവരുടെ പരമോന്നത നേതാവ്, ഏറ്റവും അധികകാലം ഈ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആൾ കൂടിയാണ് ഖമനേയി. 1979 ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്നാണ് നേരത്തെ റൂഹുള്ള ഖമനേയി ആയിരുന്നു. റൂഹുള്ള ഖമനേയിയുടെ പിൻഗാമിയായാണ് പിന്നീട് അയത്തുള്ള അലി ഖമനേയി വരുന്നത്, നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു, മുഖ്യ ശത്രു, അമേരിക്കയെയും ഇസ്രായേലിനെയും സംബന്ധിച്ച് മുഖ്യ ശത്രുവായിരുന്നു ഖമനേയി ആകട്ടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അവകാശവാദങ്ങളെ വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ലാത്ത നേതാവായിരുന്നു. അവരുടെ ആധിപത്യത്തിന്, മേധാവിത്വത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ആളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖമനേയിയെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. ഈ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ ഖമനേയി എവിടെയെന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. അവരുടെ നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ കണ്ടെത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. അവിടെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി തെരുവിലിറങ്ങി ജോലി പൂർത്തിയാക്കൂ എന്നാണ് ഇറാൻ ജനതയോട് ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള സൈന്യമെല്ലാം ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇറാനിലെ സൈന്യം യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടുകാരാണെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അത്ര വേഗം അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സേനാബലം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഒരുപക്ഷെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. ഏതായാലും ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇക്കാര്യത്തിൽ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.